ലോകം മുഴുവൻ പോയി നോക്കിയാൽ എന്താ കാണുന്നത്? ആ മലയാളി ഹാർഡ് വർക്കാണ്, കഠിന പ്രവർത്തനമാണ് എവിടെ പോയാലും. എനിക്കിപ്പോൾ കൂടി ഓർമ്മയുണ്ട്, പിന്നെ ഞാൻ ഗൾഫ് രാജ്യങ്ങളുടെ വിദേശകാര്യ സഹമന്ത്രിയായി പോയപ്പോൾ അവിടുത്തെ വിദേശകാര്യ മന്ത്രികൾ എന്നോട് പറയേണ്ടത് എന്താണ്? കൂടുതൽ മലയാളികളെ ആക്കി ഇവിടെ, ഞങ്ങൾക്ക് വേറെ ആരും ഇന്ത്യക്കാരെ വേണ്ട, മലയാളികളാണ് ആവശ്യമുള്ളവർ, പ്രവർത്തിക്കാൻ കഴിവുള്ളവർ. അതായിരുന്നു നമ്മുടെ റെപ്യൂട്ടേഷൻ. അപ്പോൾ അതിൻ്റെ ഒപ്പം നമ്മൾ വിദ്യാഭ്യാസത്തെ ബഹുമാനിക്കുന്നവരാണ്. ഞാൻ എവിടെ പോയാലും ഈ രണ്ട് കാര്യം കുട്ടിക്കാലം മുതൽക്ക് എനിക്ക് അറിഞ്ഞു. പഠിപ്പും അറിവുമില്ലെങ്കിൽ ഈ ലോകത്തിലൊന്നും നമ്മൾക്ക് അച്ചീവ് ചെയ്യാൻ സാധിക്കില്ല. അതിൻ്റെ ഒപ്പം കഠിന പ്രവർത്തനം ആവശ്യമുണ്ട്. അതാണ് എൻ്റെ മലയാളിത്വം എന്ന് പറഞ്ഞ ഈ രണ്ട് ക്യാരക്ടറിസ്റ്റിക്സാണ് ഞാൻ പ്രത്യേകിച്ച് ചൂണ്ടിക്കാനായിട്ട്. അതിൻ്റെ ഒപ്പം മലയാള ശബ്ദം നമ്മളെല്ലാവർക്കും സംസാരിക്കാനും തർക്കിക്കാനും അറിയാം. അതും ഒരു പക്ഷേ ഞാൻ എൻ്റെ മലയാള രക്തത്തിനൊപ്പം പഠിച്ച് വളർന്നതായിരിക്കും. അതും ഇപ്പോൾ നിങ്ങൾ എന്നെ അന്താരാഷ്ട്രീയ വേദിയിൽ നമ്മുടെ രാജ്യത്തിന് വേണ്ടി സംസാരിക്കാൻ സാധിച്ച നല്ല വാക്ക് പറയുമ്പോൾ ഞാൻ ചെറുക്കിയായിരുന്നു. അത് ഏത് മലയാളിയും അയച്ചാൽ അതുപോലെ ചെയ്യാൻ സാധിച്ചിട്ടുണ്ടാകുന്ന എനിക്കൊരു സംശയവുമില്ല. പക്ഷെ എന്തായാലും നിങ്ങൾ എനിക്ക് ഈ അവാർഡ് തന്നെ ഞാൻ ഒരു കാര്യം കൂടി പറയട്ടെ. മുഖ്യമന്ത്രിയുടെ വാക്കുകൾ കേട്ടപ്പോഴാണ് എൻ്റെ മനസ്സിൽ വന്നത്. ഞാൻ ആദ്യം രാഷ്ട്രീയത്തിൽ വരുന്നത് അതിനൊപ്പമാണ് ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ ഞാൻ അംഗമാവുന്നത്. അതുവരെ ഞാൻ വെളിയിൽ നിന്ന് ഇരുന്നിട്ട് ഇന്ത്യയെക്കുറിച്ച് കണ്ട് പഠിച്ച് വായിച്ച് എഴുതിയിട്ടുണ്ടായിരുന്നു. പല പുസ്തകങ്ങൾ ഇന്ത്യയെക്കുറിച്ച് എഴുതിയിട്ടുണ്ടായിരുന്നു. 2009 ഞാൻ വന്നപ്പോൾ ഞാൻ ആദ്യം ഒരു പാർട്ടി പ്രതിനിധിയായിട്ട് മത്സരിക്കാൻ ഇറങ്ങിയപ്പോൾ 2009 ഇലക്ഷൻ ഞാൻ എൻ്റെ പ്രസംഗത്തിൽ ഒരു കാര്യം പറയാൻ തുടങ്ങി. അത് ആ കാലത്ത് മാധ്യമക്കാർ വലിയ ശ്രദ്ധ വെച്ചോ എന്ന് എനിക്കറിയില്ല. പക്ഷെ ശരിക്ക് അതെൻ്റെ ഒരു മുദ്രാവാക്യമേ മാറി വന്നിട്ട് ഞാൻ എന്താ പറഞ്ഞ, ശ്രീനാരായണ ഗുരു എപ്പോഴും പറയില്ലേ മതമേതായാലും മനുഷ്യൻ നന്നായാൽ മതിയെന്ന്. അതുപോലെ ഞാൻ പറയട്ടെ, രാഷ്ട്രീയം ഏതായാലും രാഷ്ട്രം നന്നായാൽ മതി. അതാണ് എൻ്റെ വിശ്വാസം. ആ വിശ്വാസത്തിലാണ് ഞാൻ എൻ്റെ എല്ലാ തെരഞ്ഞെടുപ്പിലും എൻ്റെ എല്ലാ പ്രവർത്തനത്തിലും കാണിക്കാൻ ശ്രമിച്ചത്. ഞാൻ ചിലപ്പോൾ പാർട്ടിയുടെ പരിധികൾ ക്രോസ് ചെയ്തിട്ടായിരിക്കും മറ്റേവരെക്കുറിച്ച് നല്ല വാക്കുകൾ പറയണത്. അത് എല്ലാവർക്കും ഇഷ്ടപ്പെടാൻ ആവശ്യമില്ല. പക്ഷെ ഞാൻ എൻ്റെ മനസ്സിൽ എൻ്റെ പൂർണ്ണ വിശ്വാസത്തോടെയാണ് ഞാൻ ഈ കാര്യങ്ങളൊക്കെ പറയുന്നത്.